നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരയെക്കുറിച്ചാണ്. പേരമരം. മിർട്ടേസിയ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം സിഡിയം ഗ്വാജാവ എന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത്. നമ്മുടെ കേരളത്തിൽ പൊതുവെ എല്ലാ വീട്ടുവളപ്പിലും ഇത് കണ്ടുവരുന്നു. സംസ്കൃതത്തിൽ ഇതിനെ ബീജപൂരഫലം, അമൃതഫലം എന്നെല്ലാമാണ് പറയുന്നത്. പേരയ്ക്ക ദിനം പ്രതി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉദരരോഗങ്ങളും ശമിക്കുകയും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് പേരമരം. ഇതിൻ്റെ ഇല 5 സെൻറ്റിമീറ്ററോളം നീളത്തിൽ കട്ടിയുള്ളതാണ്. ഇതിൻ്റെ തൊലി മൃദുവും മിനുസമുള്ളതും ബ്രൗൺ നിറത്തോടു കൂടിയതുമാണ്. ഇലയ്ക്ക് ഏകദേശം 7 തൊട്ട് 10 സെൻറ്റിമീറ്ററോളം നീളം കാണും. ഇതിൻ്റെ കട്ടിയുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത്. ഇത് സുഗന്ധപൂരിതമാണ്. പേരയുടെ പുഷ്പം വളരെ ചെറുതും വെള്ള നിറത്തോടു കൂടിയതുമാണ്. ഇതിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും അറിയാം. പേരയ്ക്ക അത് ഉരുണ്ടതാണ്. അതിൻ്റെ ഉള്ളിൽ ധാരാളം വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. അതിനെ ആവരണം ചെയ്തിട്ട് കട്ടിയുള്ള ഒരു തോല്, പച്ച നിറത്തിലുള്ള തോല് ഉണ്ട്. ഇത് പാകമാകുമ്പോൾ പച്ച നിറം മഞ്ഞ നിറമായി മാറുന്നു. പേരയ്ക്ക കഴിക്കുമ്പോൾ തൊലിയോടുകൂടി വേണം കഴിക്കാനെന്നാണ് പറയാറ്. വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് ഇത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള കുരു ചവച്ചരച്ച് കഴിക്കരുത് എന്നാണ് പറയാറുള്ളത്. ഇത് ചവച്ചരയ്ക്കുമ്പോൾ ഇത് മലബന്ധത്തെ ഉണ്ടാക്കുന്നു. ഇല, വേര്, ഫലം തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. വൈറ്റമിൻ എ, സി, ബി, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, അന്നജം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് പേരയ്ക്ക ഫലം എന്നാണ് പറയപ്പെടുന്നത്. പേരയില എന്നും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമിതമായ കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ ഇലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൗത്ത് വാഷ്, മോണവീക്കം, വായ്നാറ്റം തുടങ്ങിയ അസുഖങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയതാണ്. ചുമ, പനി, വയറിളക്കം, മലബന്ധം, മലേറിയ തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഇത് ഉത്തമമായൊരു ഔഷധം കൂടിയാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പേരമരം എന്ന് പറഞ്ഞാൽ പേരയ്ക്കയാണ് നമുക്ക് മനസ്സിൽ വരിക. ഈ പേരയ്ക്ക നല്ല ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫലമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അധികം മധുരമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ രോഗികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു പഴമാണ് ഈ പേരക്കായ. അത് പച്ചയ്ക്കും കഴിക്കാം, പഴുത്താലും കഴിക്കാം, കുഴപ്പമില്ല. ഈ പ്രമേഹക്കാർക്ക് പഴുത്ത പേരയ്ക്ക കൊടുത്താലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കുടലിൽ അതിൽ ഫൈബർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസും ധാരാളമുണ്ട്. അപ്പോൾ ഈ കോഷ്ടം ഇൻറ്റസ്റ്റൈൻ അങ്ങോട്ട് ശുദ്ധമാക്കും. നല്ലോണം ന്യൂട്രീഷൻ. ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക് എപ്പോഴും ക്ഷീണം ഉണ്ടാവും. അതിന് കൊടുക്കാവുന്ന ഒരു പഴമാണ്. ഇത് ജ്യൂസ് അടിച്ച് കൊടുക്കാം. പിന്നെ ഈ പേരയുടെ ഒരു ഉപയോഗം, പേരയുടെ ഇല അതൊരു അണുനാശന ഗുണമുള്ളതാണ്. മിക്കവാറും ഈ വായിൽ ഈ മോണപ്പഴുപ്പ് ഉണ്ടാകുമ്പോൾ ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുലുക്കുഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ അത് അരച്ച് ഈ മോണ മുകളിൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ വേണമെങ്കിൽ കലക്കാക്കിയിട്ട് പല്ല് തേക്കാം. അതുപോലെ ഈ വായനാറ്റമുള്ള ആൾക്കാർ ഈ പേരയുടെ ഇല ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചത് കുഴുങ്ങനെ ഒരു മൗത്ത് വാഷ് ആക്കിയിട്ട് അത് ഇളം ചുടുക്കനെ ഇങ്ങനെ കുലുക്കുഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വായനാറ്റം ഇല്ലാണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉപയോഗം പറയുന്നത് ഈ കയ്യിനും കാലിനും കുട്ടികൾക്കെന്ന ഈ ചൊറിയുണ്ട്, സ്കാബിസ് എന്ന് പറയും. ഈ സ്കാബിസ് എന്ന രോഗത്തിന് ഈ ഇല അരച്ചിട്ട് വെള്ളത്തിൽ കലക്കമാക്കിയിട്ട് തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് കുറയും. പിന്നെ ഈ വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന ഇങ്ങനെയുള്ള ഈ കണ്ടീഷനിൽ ചെറുപ്പം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ പേരയുടെ ഇല ചെറുതായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിപ്പിച്ച് കഴിഞ്ഞാൽ അതും ശമിക്കുന്നതാണ്. പേരയുടെ ഇലയുടെ ഒരു ഉപയോഗം ഈ
കുട്ടികൾക്ക് തലയിൽ മുഴുവൻ പേനുള്ള കുട്ടികൾക്ക് ആ പേനോണ്ട് ഇങ്ങനെ തല ഇങ്ങനെ മാന്തി പൊളിക്കും ചില പേൻ എത്ര ചീന്തിയാലും പൂലിയാന്ന് പറയും. അത് ഈ പേരയുടെ ഇല താളിയാക്കിയിട്ട് ഒരാഴ്ച തലയിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കുക. ദിവസേന ഈ ഇതിൻ്റെ അരച്ച് താളി പോലെ ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കുക. എന്നിട്ട് 2 വെള്ളം കൊണ്ട് കഴുകി കളയുക. അങ്ങനെ ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ പേൻ എന്നതിന് ശല്യം അങ്ങോട്ട് മാറും, പ്രത്യേകിച്ച് കുട്ടികളുടെ തലയിൽ.